നമ്മള് എറണാകുളത്ത് നിന്ന് തഞ്ചാവൂരിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൺഫേം ചെയ്ത് എല്ലാവരും വരും. 9 മണി ആയതേ ഉള്ളൂ. ഇവിടുത്തെ വെയിൽ നോക്ക്, കണ്ണു തുറക്കാൻ പറ്റല്ല. നമ്മളെന്തിനാണ് വെയിലത്തോട് നടക്കണം? ഈ സൈഡിൽ കൂടെ നടന്നാ പോര്. ഇപ്പൊ വെയിലില്ല ഗൈസ്. അപ്പൊ ബെസ്റ്റ് അവന്മാർ രണ്ടുപേരും കൂടെ അവിടെ നിപ്പുണ്ട്. ഇനിയിപ്പോ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വേണം, അവിടെ നിന്ന് ഹോട്ടലിൽ പോകണം, റൂം എടുത്തിട്ട് വല്ലതും പോയി കഴിക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ അങ്ങോട്ടൊന്ന് പോട്ടെ. ഏതോ വീഡിയോ കണ്ടിട്ട് ആര്യഭവനിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത്. ഇവിടെ ഉള്ളതിൽ അത്യാവശ്യം വലിയ ഹോട്ടലാണെന്ന് തോന്നുന്നു. സംഭവം ഇവരൊരു മെനു കാർഡിൽ വിലയൊന്നും കണ്ടില്ലേ. പക്ഷെ ഇവര് ഈ സ്കാനർ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഒരു ഇഡലിക്ക് എത്ര? 30 രൂപ. ഒരു പീസ് ഇഡലിക്ക് 30 രൂപ. ഇത് ഹോട്ടലിൽ നിന്ന് പറയണത് ശരിയല്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയുന്നു, ഒരു ദോശയ്ക്ക് 170 150 എന്തോ കണക്കാണ്. ഇതിന് മെയിൻ ഉത്തരവാദിയാണ് ഈ സാധനം ഇരിക്കണത്. ആഹാരം കിട്ടുന്നതിന് മുമ്പ് വയറ് നിറഞ്ഞിരിക്കണം എല്ലാവർക്കും. ഇത് ആലോചിച്ചിട്ട് പിന്നെ ഇപ്പോഴാണ് പൈസ കൊടുക്കണം. അങ്ങനെ ഫിൽട്ടർ കോഫി, നമ്മളെ ചീസ് മസാല ദോശ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാണാൻ പറ്റണോ? ചീസ് പുള്ളടാ. ഇതെന്തൊരു പിസ്. ഇത് ചമ്മന്തി, ഇത് 3 മസാല കൂടെ. അപ്പൊ നമ്മൾ ഇതൊന്ന് തീർത്തിട്ട് വരാം. 617 670. അപ്പൊ ഇങ്ങോട്ട് നമ്മൾ രണ്ടുപേരും കൂടെ, അവന്മാരെ അവിടെ കിടന്ന് ഉറങ്ങുന്നത്. നമ്മൾ രണ്ടുപേരും കൂടെ ജിഗിർ തന്നെ ഇവിടെ തൊട്ടപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിറങ്ങിയ മൈക്കെടുക്കാം. അപ്പൊ ജിഗിർ എന്താണല്ലോ ആദ്യമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. കഴിച്ചിട്ട് പറ. മതി, ഇനി ഞാൻ കുടിച്ചോളാം. ഇങ്ങോട്ട് അപ്പം നമ്മൾ ഇറങ്ങി ഗൈസ്. ഒരു കണ്ണാടി കാര്യങ്ങളൊക്കെ ആണ്. ഇവിടുത്തെ റൂമിന്റെ ഡോറൊന്നും അങ്ങോട്ട് പൂട്ടാൻ പറ്റില്ല, ലോക്ക് ചെയ്യാൻ പറ്റാനുള്ള. അത് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നമില്ല. പിന്നെ ഇവരുണ്ടല്ലോ, നമ്മൾ വന്ന സമയത്ത് നമ്മളടുത്ത് പറഞ്ഞ് ഇതേപോലെ എന്തോന്ന് ആധാർ കാർഡ് വേണ്ട, ഒരു പ്രൂഫും സാധനം വേണ്ട. ഒരു പ്രൂഫും ഒരു സാധനം വേണ്ട. അതേപോലെ പേയ്മെന്റ് നമ്മൾ ചെയ്തിട്ടില്ല, നിങ്ങൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ പൈസ എടുത്തിട്ട് വന്നാൽ മതി, അപ്പം തന്നാൽ മതി എന്നൊക്കെ. അതിപ്പോഴാണ് നമുക്ക് മനസ്സിലായത് റൂം പൂട്ടാൻ പറ്റൂല, നമ്മുടെ സാധനം എടുക്കാൻ പറ്റൂല. ബുദ്ധിപൂർവ്വമുള്ള ഇതായിപ്പോയി. അങ്ങനെ അവന്മാര് ജിഗർ തന്നെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഫസ്റ്റ് മറാത്ത പാലസിൽ പോണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പേ വിശക്കനുള്ളതുകൊണ്ട് ഫുഡ് കഴിക്കണമെന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് വേണം മറാത്ത പാലസിൽ പോകാൻ. നമ്മളിപ്പോ വന്നിരിക്കുന്നത് തേവർ ബിരിയാണി, തേവേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ, ന്യൂ തേവർ. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. നമ്മള് 4 പേര് 4 ചിക്കൻ ബിരിയാണി പിന്നെ പ്ലസ് ഒരു 65 കൂടെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. സാധനം വന്നോണ്ടിരിക്കുന്നത്. ഇപ്പം റൈത്ത വന്നിട്ടുണ്ട്, ഇനി വേണം ബിരിയാണി വരാൻ. നമ്മളെ ബിരിയാണി വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളവർക്ക് ലെഗ് പീസ് കിട്ടുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും കൂടെ ലെഗ് പീസ് ഉണ്ട്. പീസ് ഉണ്ടാകും. നമ്മൾ கொஞ்சம்
എടുത്തിക്കണം. ഒരു 2-2.5 പീസ്, ഒരു എഗ്ഗ്, പിന്നെ എന്തൊന്നുണ്ട്, പിന്നെ മട്ടൺ സാലഡ്. ഇനിയിപ്പോ ഒന്ന് കഴിച്ചു നോക്കാം. നമ്മള് കഴിക്കുന്ന ഒരു വെറൈറ്റി ടേസ്റ്റ് ഇല്ലേ, കഴിച്ചില്ലേ? ഒരു വെറൈറ്റി ടേസ്റ്റ്. പക്ഷെ 65 വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ബിരിയാണി കഴിച്ചിട്ട് അവിടെ നിന്ന് ബസ് കയറി ഓൾഡ് ബസ് സ്റ്റാൻഡ്, ഇവിടെ വരണമെങ്കിൽ പഴയ ബസ് സ്റ്റാൻഡിൽ കയറി അവിടെ നിന്ന് അടുത്തൊരു ബസ് കയറണമെന്നാണ് ഒരാൾ പറഞ്ഞത്. പക്ഷെ ആ ബസ്സൊന്നും കയറണ്ട. ആ ബസ് സ്റ്റാൻഡിന്റെ ബാക്കിൽ നിന്ന് നിങ്ങൾക്ക് നടന്നു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ ഇട റോഡുണ്ട്. അതുവഴി നേരെ പറഞ്ഞത് പാലസിന്റെ ആ റോഡിനകത്താണ്. ഒരു 1 കിലോമീറ്റർ അടുപ്പിച്ച് വരും. നടക്കാൻ പറ്റുന്നാണെങ്കിൽ നടന്ന് എത്താന്നുള്ളതേ ഉള്ളൂ. ഇതെന്താ കോഫി പൗഡറോ? ഇതൊറ്റ സ്പൈസൊക്കെ ഇരിക്കാനുള്ള സ്ഥലമാണ്. ഇത് ഇതെനിക്ക് മനസ്സിലായി. ഏതോ ഫോറിൻ ശിവനാണ് കൈ ബ്ലഷ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എടാ ഇവിടെ അതിനകത്ത് നമ്മൾ പൈസ കൊടുത്താണ് അകത്ത് കയറിയത്. ഇതിനകത്ത് കയറിയ എത്ര രൂപ? ഇവിടെ പൈസ ആ ഇവിടെ ഉള്ള ചൂടില് വെള്ളം കുടിച്ചു പോകും. എത്രാത്ത വെള്ളം എന്നറിയാമോ ഇത്? ഇതിനകത്ത് ആദ്യം പ്രതിമേരെ അവിടെ ഫോട്ടോ നിർത്താൻ പറഞ്ഞ് എടുക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഗോപുരത്തിനെതിരെ എടുത്തോളൂ. അപ്പൊ അതെടുക്കാൻ പാടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഫൈൻ അടിക്കും കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ബാക്കിൽ വന്ന ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കണം. അതിനൊന്നും അവർക്കൊരു കുഴപ്പമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ ഇവിടെ നമുക്ക് വീണ മേക്കിങ്ങിന്റെ അങ്ങോട്ട് പോകണം. അവിടെ പോയിട്ട് നമുക്ക് കാണാം.
ഈ വീണ വന്നിട്ട് 22 ക്യാരറ്റ് ഗോൾഡിൽ ചെയ്തതിന് 8 ലക്ഷം രൂപയാണ്. അത് ഇവരാണ് ചെയ്ത് കൊടുത്തിരിക്കണം. ഇത് പ്ലാവ് 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 അതെ. இப்போ இதெல்லாம் ஒரு பீஸா இருக்கு இந்த ஸ்ட்ரைட்டா. ஆனா இது சிறுசா இது ஜாயிண்ட் திரி ஜாயிண்ட் இதான் 30,000 ரூபாய். அதனால 30,000 ரூபாய். திரி ஜாயிண்ட் 30,000 ரூபாய். ஒரே மரமா இருக்கு பாருங்க. 50, 60, 70, 80, 90, 100, 110, 150 இப்படி போயிட்டு இருக்கோம் லைன்ல. நேரத்தோ மார்க்கெட் தந்தாப்புல போயிட்டு இருக்கோம். போட்டு சரி சரி. இதென்ன டிசைன்ல ஏதாவது சேஞ்ச் ஆகும் இல்ல? டிசைன்லயும் செஞ்சு மரத்துலயும் செஞ்சு. மரம் எனக்கு வந்து 87 வயசு. உங்களுக்கு என்ன வயசு? எனக்கு 25 தான். 25 87 எவ்வளவு வித்தியாசம் இருக்கு? ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. 87 வருஷத்துக்கு உள்ள மரம் 1.5 லட்சம் ரூபா. 25 வருஷத்துக்கு உள்ள மரம் 30,000 ரூபா. புரிஞ்சுக்கிட்டீங்களா? முட்டுனுடைய வேல்யூவேஷன் அப்படி. ரொம்ப ஏஜான மரத்துக்கு அவ்வளோ விலை ஜாஸ்தி. இங்க நான் ஒரு டிசைன் பார்த்தேன் அந்த பிளாக் கலர்ல. அது பிளாக் கலர் அது மதுரா வீணா. மதுரா வீணா. அதாவது மரம் வந்து விட்டு நமக்கு 100 வீணைக்கு வாங்கினோம்னா அதுல 4 தான் நல்லதா தேரும். இந்த 4 தான் நான் 1.5 லட்சம் ரூபாய்க்கு விற்க முடியும். 100 விற்க முடியாது. அதெல்லாம் 30,000 ரூபா, 40,000 ரூபா, 50,000 ரூபாய்க்கு தான் விற்கலாம். இந்த சைஸ் சின்னது பெருசு அப்படி இருக்குமா இல்ல ஒரு? இல்ல உங்களுக்கு எப்படி கேட்குறீங்களோ அது மாதிரி செய்யலாம். ஆனா 2 சைஸ். இது வந்து ஃபுல் சைஸ். இதுக்கு அடுத்த சைஸ் ஒண்ணு இருக்குது. சின்ன சைஸ் இந்த அங்க இருக்கு பாருங்க கடைசியில. இது ஒண்ணு பின்னாடி இருக்கிறது. முன்னாடி இருக்கிறது. அது அடுத்த சைஸ். இதோட சிறுசா இருக்கா? அதை விட சின்னதுனாக்கா ஷோகேஸுக்கு வைக்கிறதா செய்யலாம். அதை யூஸ் பண்ண முடியாது. அது வாசிக்க முடியாது. சும்மா ஷோகேஸுக்கு வைக்கலாம். பார்வைக்கு வைக்கலாம். ஷோகேஸ் அது செய்யலாம். அது நாங்க ஜாஸ்தி செய்ய மாட்டோம். அது மெட்டீரியல்ஸ் கிடைக்காது. அது ஒரு வீணை செய்யற நேரம் இது 4 வீணை செஞ்சு கொடுக்கும். ரொம்ப டைம் கூட எடுக்கும். டைம் கூட எடுக்கும். ஆனா யூஸ் கிடையாது. யூஸ் இல்ல. யூஸ் இருக்கு. வைக்கிறதும் எப்பாச்சும் கேட்பாங்க. ஒண்ணு நம்ம செஞ்சுட்டு இருக்கோம் அதுல 4 செஞ்சிடலாமா? அதையும் போய் செஞ்சுட்டு ஒண்ணு 4க்கும் 1க்கும் வித்தியாசம் இருக்குல்ல. ரொம்ப നന്ദി. നമ്മളെ ചെറിയ അബദ്ധം പറ്റി. അതായത് നമ്മൾ എത്ര മണിക്ക് ഇറങ്ങി? അവിടെ നിന്ന് 12 മണിക്ക് 1 മണിക്കാ. 1 മണിക്ക് ഇറങ്ങിയിട്ട് 4 മണിക്ക് മുമ്പ് എല്ലാം കണ്ടു തീർക്കും എന്ന് പറഞ്ഞാൽ നമ്മള് ഏകദേശം 1 മണിക്കൂർ തന്നെ ആ ഹോട്ടലിൽ കണ്ടുപിടിക്കാനും തിന്നാനും കുടിക്കാനൊക്കെ വേണ്ടി സമയം പോയി. അപ്പൊ അങ്ങനെ തന്നെ കുറെ ടൈം പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കുറച്ചെങ്കിലും എന്തെങ്കിലും കാണാൻ പറ്റിയത്. പിന്നെ ഇപ്പൊ അവിടെ വീണമയ്ക്ക് കണ്ടതിന് ശേഷം നമ്മളിപ്പോ നേരെ നമ്മളെ റൂമിലോട്ട് പോവേ. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഇപ്പൊ നമ്മൾ വൺ വേ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ വണ്ടി ഓടിക്കണതാണ് കുറച്ച് ഡേഞ്ചറാണ്. പിന്നെ ഞാൻ റൂമിൽ എത്തുകയാണെങ്കിൽ ഞാൻ ബാക്കി വീഡിയോ പറയാം. എല്ലാരും ഉണ്ടോ? ഓക്കെ. ശരി. കാറ്റടിക്കുമ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ. മുണ്ടെടുത്തിട്ട് നമ്മളെല്ലാരും റെഡിയായി. ഇനി ഇവിടുന്ന് ഓട്ടോ പിടിച്ച് മറ്റേ ബിഗ് ടെമ്പിളിലോട്ട് പോണം. അല്ല അത് നമുക്ക് ഫോട്ടോ എടുക്കാമല്ലോ. ആദ്യം വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ശരി നമുക്ക് പോവാം ആദ്യം. വീഡിയോയിൽ എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞൂടാ. ഇതോ ആ ടോപ്പിലുള്ള ഹെഡില്ലേ അതിന് ഏകദേശം 80 ടണ്ണുണ്ട്. ഇനിയും കുറച്ചും കൂടെ നോക്കിയാൽ ആ മേളിലുള്ള ആ ഒരു ചെറിയ സ്തൂപമില്ലേ അതിന് ഏകദേശം ഒരു 1-1.5 ആളുടെ ഹൈറ്റ് ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോൾ അത് ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നു. പക്ഷെ എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു എങ്ങനെ പറയണം, ഒരു
നമുക്ക് മനസ്സിലാവാത്ത അത്ര ഒരു ഭയങ്കര ഒരു മാരക വലിപ്പം നമുക്ക് കണ്ണിന് തോന്നിക്കുന്നത്. ഇപ്പൊ കുറച്ചുകൂടെ അടുത്ത് നിൽക്കുകയാണ്. നിങ്ങൾ ഇപ്പൊ മേളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എനിക്ക് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ വലിയ കുഴപ്പം കാണൂല, കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷെ എനിക്ക് നേരിട്ട് കാണുമ്പോൾ തല ഇറങ്ങണ അവസ്ഥയാണ്. ഇതാണ് ഞാൻ എടുത്തത്. ഒരു മിനിറ്റ്. ഇതെങ്ങനെയുണ്ട്? പിന്നെ കൺഫേം ചെയ്ത് ഇവർ പാക്ക് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിരിക്കണം, ബോക്സിൽ കൊണ്ടുപോകാൻ വേണ്ടി. കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഞാൻ പാവ വാങ്ങിച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് ഉണ്ടായിരുന്നിട്ടല്ല, ഇത് 1500 പറഞ്ഞ് 1200 തന്നു. ചിലപ്പോ നഷ്ടമാവാം, ലാഭമാവാം. പക്ഷെ അതല്ല കാര്യം. ഞാൻ ഇതും കൊണ്ട് ഇനി വീട്ടിലോട്ട് പോകുമ്പോ വീട്ടിലുള്ളവർ ഇനി എന്ത് പറയുന്നതാണ്. ഞാൻ പാവം മേടിച്ചു. അപ്പൊ അവരിനി എന്ത് പറയുന്ന ഒരു പിടുത്തമില്ല. ഞാൻ വീട്ടിൽ പറയാൻ പോണത്, അമ്മ 1500 രൂപയുടെ സാധനം ഞാൻ 700 രൂപയ്ക്ക് വാങ്ങിച്ചെന്നാണ് പറയാൻ പോണത്. ഈ വീഡിയോ അമ്മ കാണുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല, അതുകൊണ്ട് കണ്ടുപിടിക്കൂലെന്ന് വിശ്വസിക്കാം. ആര് കാണുന്നവര് കണ്ടാ മതി അല്ലേ? അത്രേ ഉള്ളൂ. നമുക്ക് കാണാൻ നമ്മളൊക്കെ മതി. ഞാൻ തന്നെ 10 പ്രാവശ്യം ഇരുന്ന് കാണും, അത്ര തന്നെ. അയ്യോ. അപ്പം ഇനി നമ്മൾ ഒരു മിനിറ്റ്. ഇനി നമ്മൾ പോകാൻ പോണത് ഇവിടെ ഈ പട്ട് സാരി എനിക്ക് ഒരെണ്ണം വാങ്ങണം. എനിക്കല്ല, അമ്മയ്ക്ക്. അപ്പൊ അത് നോക്കിയാണ് ഇപ്പൊ പോണത്. എടുത്തോ, ഫുൾ എടുത്തോ. കുരുമുളക് മതി. അടുത്തോണ്ട് തോന്നുന്നു. ഇത് കൊള്ളാം. ഡാർക്ക് പച്ചയും പിസ്ത പച്ചയും. ഡാർക്ക് 3 ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നോക്ക്. ശരി, 4 സെലക്ട് ചെയ്തു. ഇതിൽ ഏത് വേണമെന്ന്. ഇതാണ് ഞാൻ ഇവിടെ വന്ന് ഇവള് പറഞ്ഞത് 1 2 3 4. ഇതിലിപ്പം ഇതാണ് ഉറപ്പിച്ച് നിൽക്കണ. ഇവള് പറയണ ഇത് പക്കയാണെന്നാണ് പറഞ്ഞത്. എന്താണ് അഭിപ്രായം എന്ന് പറഞ്ഞൂടെ. ഇതങ്ങ് എടുത്താലോ. ഇപ്പൊ ഞാൻ ഇതെടുത്തിട്ടുണ്ട്. ഈ ആദ്യം ഇരിക്കണ ആ സിൽവറും ആ കോപ്പർ കളറും. അവളെടുത്തത് ഇത് ഗ്രീനും ഈ ഗോൾഡും. ഇനി എടുക്കാൻ നിൽക്കുകയാണ്. അവൾ ഒരു സാരി കൂടെ എടുക്കാൻ. ഒരു സാരി വാങ്ങാൻ വന്നത് 1 2 3 4 5 സാരി. അതില് ഞാൻ എടുത്തത് ആ സൈഡിലുള്ള നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന ഈ താഴെ ഇരുന്നേന് അത് മാറ്റിയിട്ട് ഇപ്പൊ അതിലോട്ടായി അടിയിലിരിക്കണം ആ കളർ. മൊത്തം 7 എന്തൊക്കെ ബില്ലെടുത്തിട്ടുണ്ട്. അതല്ലേ നമുക്ക് നമ്മളെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് തഞ്ചാവൂരിലെ 2ാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്നലെ തുണി ഇതൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് നമ്മൾ പ്ലാനിട്ട് വെച്ചിരുന്ന ഇന്ന് രാവിലെ 6 മണിക്ക് ഒന്നും കൂടെ തഞ്ചാവൂർ പോകണമെന്നാണ് ബിഗ് ടെമ്പിളിൽ. പക്ഷെ ഞാൻ എണീറ്റില്ല, അവ എണീറ്റില്ല.
കൂടുതൽ ആരും എണീറ്റില്ല. പിന്നെ ഞാൻ എണീക്കാന്ന് ഞാൻ പോകണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി തൊട്ട് നല്ല സുഖമായിരുന്നു. ഉറങ്ങിയിട്ടില്ല. കഴുത്ത് വേദന, തലവേദന, തുമ്മൽ, ജലദോഷം. നല്ല വെയിലത്ത് കിടന്ന് കറങ്ങി തണുത്തോളമൊക്കെ കുടിച്ചോണ്ടേ അതൊന്നും സൗണ്ട് ഒരുമാതിരി ഇരിക്കണം. അപ്പൊ ഇപ്പൊ എണീറ്റിട്ട് ഇപ്പൊ മണി ഏകദേശം ഒരു 8-8:30 ആയി കാണും. ഇപ്പോഴും അവരാരും എണീറ്റിട്ടില്ല. ഞാനിവന് മാത്രമേ ഉള്ളൂ എണീറ്റത്. നമ്മൾ രണ്ടുപേരും കൂടെ പോയി ചായ കുടിക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ 10 മണിക്കാണ് ചെക്കൗട്ട്. 10 മണിക്കുള്ള ചെക്കൗട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് സ്ഥലത്ത് പോകണമെന്നുണ്ടായിരുന്നു. എന്താണ് പ്ലാൻ നടക്കണമെന്നൊന്നും ഒരു പിടുത്തമില്ല. അപ്പൊ പോയി നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. അങ്ങനെ നമ്മളെല്ലാരും റെഡിയായി താക്കോലടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇനി സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച കാര്യമൊന്നും രണ്ടാമത്തെ ദിവസം നടന്നില്ല. അപ്പൊ ഇനി പോയി ഒരു സിനിമ കാണുക, വൈകിട്ട് വരെങ്ങനെ കിണറ്റിൽ നിൽക്കുക, ഇവിടെ നിന്ന് മുങ്ങുക. ഇതാണ് പ്ലാന്. വൈകിട്ട് 6:30 ട്രെയിന്. ഇതെല്ലാം കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിൽ ക്ലോക്ക് റൂമിൽ വെക്കണം. സിനിമ കാണാൻ പോണം. 11:30 ഷോയ്ക്ക് 11:30 കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങണതേ ഉള്ളൂ. അപ്പൊ പിന്നെ അത്രേ ഉള്ളൂ. ഇവിടെ ഇനി അങ്ങോട്ടൊന്നും കാണൂല. ഇനി നേരെ വീടത്തുള്ള പരിപാടി കാണുമ്പോൾ അത്രേ കാണുള്ളൂ. അപ്പൊ ശരി, ബൈ ബൈ.